ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു A4 ഫ്രെയിം സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഓൾറെഡി കസ്റ്റമർ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം അത് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്ത് A4 സൈസ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്തടുത്തായിട്ട് എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും പോളറോയിഡ്സ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ മിനി ഫ്രെയിംസ് ഉണ്ടല്ലോ 4 ഇഞ്ചിൻ്റെ വരുന്നത്. അപ്പം അതുപോലത്തെ ആ ടൈപ്പ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ഇട്ടാൽ. A4 ഫ്രെയിമിൻ്റെ ഓർഡേഴ്സ് ഇപ്പോൾ കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഞാൻ മുമ്പേ വാങ്ങിച്ചു വെച്ച് 3-4 ഫ്രെയിംസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു കസ്റ്റമർ ചോദിച്ചതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ഏറ്റെടുത്തതാണ് കേട്ടോ. അപ്പോൾ മുമ്പേ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും ആ ഗ്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമർ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ട് തന്നതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഇതൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ അതിൻ്റെ എഡിറ്റിങ് മാത്രമായിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫ്രെയിമിലേക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു A4 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് 250 GSM A4 ഗ്ലോസി ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അധിക പേര് എന്നോട് ചോദിക്കാറുണ്ട് ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം 250 GSM വരുന്ന A4 ഗ്ലോസി ഷീറ്റാണ് കേട്ടോ. ഞാൻ ഗ്ലോസി ഫോട്ടോ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഓൺലൈനിലായാലും പിന്നെ നമ്മളെ അടുത്തുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ വാങ്ങിക്കാറാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പേര് എന്നോട് പ്രിൻറ്റിങ് എത്ര റേറ്റ് വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിന്. അപ്പോൾ പുറത്ത് ഷോപ്പിൽ എത്ര റേറ്റ് വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രിൻ്റ് എടുക്കാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രദറിൻ്റെ പ്രിൻ്ററാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഷോപ്പിലൊക്കെ എത്രയാണ് ഈ പ്രിൻറ്റിങ് റേറ്റ് വരുന്നത് എന്ന് എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ കസ്റ്റമർ വാങ്ങിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാക്കിങ്ങും ഒക്കെ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം പാക്ക് ചെയ്യുന്നതും അതൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഒരു റാപ്പിംഗ് ഷീറ്റാണ് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ റാപ്പിംഗ് ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഇതിലൊരു വൈറ്റ് കളറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടൈപ്പിലുള്ള കുറച്ച് റാപ്പിംഗ് ഷീറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ ലോഗോൻ്റെ സ്റ്റിക്കർ കൂടി ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ മുമ്പ് ചെയ്തൊരു മിനി ഫ്രെയിമാണ്. അപ്പം അതിലും കൂടി എൻ്റെ ലോഗോൻ്റെ സ്റ്റിക്കറൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഈ മിനി പ്രിൻ്റർ വെച്ചിട്ടാണ് കേട്ടോ ഈ ലോഗോ പ്രിൻ്റ് എടുക്കാറുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.